ആഹാ, ഇവളുടെ കണ്ണീര് കണ്ട് അമ്മയുടെ മനസ്സലിഞ്ഞു തുടങ്ങിയല്ലോ. എന്നാ പിന്നെ ഇവൾക്ക് മാപ്പ് കൊടുത്ത് ഇവൾക്ക് ഇഷ്ടമുള്ള രീതിയില് കണിമംഗലത്ത് വന്ന് ജീവിച്ചോളാൻ പറ. അപ്പൊ പിന്നെ പറയാനുള്ളത് മുഴുവൻ നാട്ടുകാരും പറഞ്ഞോളും. കണിമംഗലത്ത് പരമേശ്വരനും പത്മിനിയും മകന് രഹസ്യഭാര്യ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. കൽപ്പനേ, അമ്മേ, ഇതിലിപ്പോ എന്താ കുഴപ്പം? ഇവളെ കുറിച്ച് ഇങ്ങനെ മാത്രമല്ല, ഇതിൽ കൂടുതൽ പറയണം വരുണിനോട്. അത്രയ്ക്ക് വെറുപ്പിക്കണം അവനെ. കണ്ണീര് കാണിക്കാൻ നീ മിടിക്കുകയാണെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഈ കണിമംഗലത്ത് വില പോവില്ല. ഇനി മുതൽ വരുണിന്റെ മുമ്പിൽ നീ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കൽപ്പന, അത് അമ്മയെ കരയിക്കാൻ ഇവൾക്ക് പറ്റും, പക്ഷേ എന്റെ മനസ്സിന് ഇവള് തൊടില്ല. അമ്മേ, നമുക്ക് വരുണിന്റെ ഭാവിയാ പ്രശ്നം. അവൻ ഒരുപാട് കാലം ജീവിക്കണ്ടേ, അതും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ. അതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അമ്മ പോയിക്കോ, എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വേണ്ട, ഇനി നീ അവളെ വേദനിപ്പിക്കണ്ട. ഇതാണ് കുഴപ്പം. ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയ അതിന്റെ അറ്റം കണ്ടിട്ട് വേണം അവസാനിപ്പിക്കാൻ. അമ്മ പോകുന്നുണ്ടോ, അതോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണോ? പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ, അല്ലേ? ഡി, പൂജാമുറിയിലിരുന്ന് നീ കരയുന്നതും പറയുന്നതും എല്ലാം ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. മനസ്സേന്ന് എടുത്തങ്ങ് കളയാൻ പറ്റുന്നില്ലല്ലേടി. ഭാര്യയുടെ ധർമ്മം എന്തെന്ന് നീ പ്രിയങ്കെ പഠിപ്പിക്കാറുണ്ടല്ലോ. കുടുംബത്തിലുള്ളവരോട് എങ്ങനെയാ പെരുമാറണ്ടേന്ന് നീ എനിക്ക് വരെ ഉപദേശം തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നീ പഠിച്ച കുടുംബം എന്താടി? ഇത്രയുള്ളടി നിന്റെയൊക്കെ കാര്യം. സൗകര്യം കിട്ടിയാലേ നീ ചിലപ്പോ അനിയത്തിയുടെ ഭർത്താവിനെ കയറി അങ്ങ് പ്രേമിക്കും. ഒത്ത കിട്ടിയാ നീ അവന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ നോക്കും. നാക്കെടുത്ത് വളച്ച് എന്നെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അമ്മയെ പോലെ ആയിരിക്കില്ല ഞാൻ. അടിച്ചു കൂട്ടി കൊന്നുകളയും ഞാൻ. ഇനി വരുണിന്റെ നേരെ ഒരു നോട്ട് നോക്കുമ്പോ പോലും ഈ പറഞ്ഞത് നിന്റെ മനസ്സിലുണ്ടാവണം. അല്ലാത്ത എന്തെങ്കിലും കാണിച്ചാണ്ടല്ലോ തെരുവിലായിരിക്കും ഞാൻ നിന്നെ കൊണ്ട് നിർത്തുന്നത്. അവിടെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അനുജത്തിയുടെ ഭർത്താവിനെ സ്വന്തമാക്കുന്നതിനുള്ള ശിക്ഷ എന്താണോ അത് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും. പിന്നെ നിന്റെ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടാവില്ല, കേട്ടോടി. എന്താടാ ഇവിടെ ഇരിക്കുന്നത്? മുത്തശ്ശി പൊക്കോ, ഞാനേ ഒന്ന് തനിച്ചിരിക്കട്ടെ. എന്നോട് പറയാൻ പറ്റാത്ത അത്ര വിഷമം എന്താ നിന്റെ ഉള്ളിലുള്ളത്? ഇപ്പം ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മുന്നിൽ ഇനി രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നിശബ്ദനായിട്ടെല്ലാം സഹിക്കുക, അല്ലെങ്കിൽ പിന്നെ എല്ലാം പൊട്ടിച്ചെറിയുക. എന്റെ തീരുമാനം രണ്ടാമത്തെയാ. രാധികയുടെ പെരുമാറ്റത്തിന്റെ പേരിലാണോ? രാധികയല്ല, അവളെ കൊണ്ട് സംസാരിപ്പിക്കുന്നവരെയാണ് എനിക്ക് ആവശ്യം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതത്തിൽ എന്നെ നിർബന്ധിക്കുന്ന ആർക്കാ നേട്ടമെന്ന് എനിക്കറിയണം. ഏട്ടത്തിയുടെയും ചെറിയമ്മയുടെയും വാക്കിൽ അമ്മ കുടുങ്ങിപ്പോയത് എങ്ങനെയാണെന്ന് അറിയണം. അതിന് വൈകിയാൽ ശരിയാവില്ല. മോനെ, നീ ഒന്ന് ചുമ്മാതിരിക്കും. വെറുതെ തിരക്ക് പിടിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കരുത്. മുത്തശ്ശി,
ആരൊക്കെ എനിക്കെതിരെ നിൽക്കുന്നതെന്നറിയാവോ? സ്വന്തം ചേച്ചിയെ കൊല്ലാൻ മടിയില്ലാത്ത ഒരുത്തി, അതിന് പണം ചെലവാക്കിയവൾ, കണിമംഗലത്തിന്റെ അടിവേര് തോണ്ടാൻ കാത്തു നിൽക്കുന്ന ഏട്ടത്തി, കണിമംഗലത്ത് അസ്വസ്ഥത മാത്രം ഉണ്ടാക്കുന്ന ഒരു ചെറിയമ്മ. പണ്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ അമ്മയ്ക്ക് അവരോടൊരു അടുപ്പം. അത് നല്ല രീതിയിലായിരിക്കില്ല. അവരെന്തെങ്കിലും പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുന്നതായിരിക്കും. അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണ. പത്മിനി അങ്ങനെ ഭീഷണിപ്പെടുത്താനൊന്നും അവർക്ക് പറ്റില്ല. പിന്നെ എന്താ ഈ കാണുന്നൊക്കെ? ആരും നിങ്ങളെ പിരിക്കില്ല. മുത്തശ്ശിയുടെ വാക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ എല്ലാം സഹിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം. അവിടെ ഇരിക്കും. അതെ, സ്വസ്ഥത നഷ്ടപ്പെട്ട ഞാൻ മുത്തശ്ശിയോടല്ലാതെ വേറെ ആരോടാ പറയാറുള്ളത്? ആ, കാത്തിരിക്കല്ലേ. എന്നാലും ചില നേരത്ത് അതിന്റെ പേരാ പ്രേമം. മനസ്സിൽ പ്രേമമുള്ളവരൊക്കെ ഈ വേദനയും അതിന്റെ പുകച്ചിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടത് സ്വന്തമാവുമ്പോഴല്ലേടാ അതിന്റെ ഒരു ത്രില്ല്. ചില കാഴ്ചകള് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം, ചില വാക്കുകള് കേട്ടില്ലെന്ന് നടിക്കണം. അത് ആരുടെ നാവിൽ നിന്നായാലും. കേട്ടോ? ശരി സൂര്യ, മോള് വരുമ്പോ ഞാൻ അവളെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ആരാ വിളിച്ചെന്നറിയോ ഏട്ടത്തി? മുമ്പൊരിക്കല് ഒരു സ്റ്റുഡിയോയിലെ റിസപ്ഷനിസ്റ്റ് എന്നെ കാണാൻ വരുമായിരുന്നു, ഓർമ്മയുണ്ടോ? അവരുടെ മോൾക്ക് IAS സെലക്ഷൻ കിട്ടിയെന്ന്. ആഹാ, അത് കൊള്ളാലോ. കഷ്ടപ്പാടുകളുടെ നടുവിലായിരുന്നു സൂര്യ. വലിയൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം. കുഞ്ഞിനൊരു വയസ്സുള്ളപ്പോ ഭർത്താവ് അപകടത്തിൽ മരിച്ചു. കണ്ടു പഠിക്കേണ്ടത് അവളുടെ ജീവിതം. അതാ പോരാട്ടം എന്നൊക്കെ പറയുന്നത്. ഞാൻ പിന്നെ പലവട്ടം അവളെ കണ്ടിരുന്നു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ അവൾ കൈ നീട്ടിയില്ല, സഹായം സ്വീകരിച്ചില്ല. പകരം 24 മണിക്കൂറും ജോലി ചെയ്തു അവള്. ഇനി അവൾക്ക് മകളെ ചേർത്ത് പിടിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കാലോ. ഒന്നുമില്ലാത്തൊരമ്മ ഇത്രയും ഉയരത്തിലേക്ക് നടന്നെത്തി. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും എനിക്ക് സ്വന്തം മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാധികയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാ അവൾ അകന്നു പോകുമെന്ന് പേടിക്കണ്ട.
പക്ഷേ കുറച്ചുകാലം കാത്തിരിക്കേണ്ടി വരും. അതിന് തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ. എല്ലാം തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാത്തിരിപ്പ് വരുവാണെങ്കിൽ അതൊരു സുഖല്ലേ? കൺമുമ്പിലുണ്ടല്ലോ, കേൾക്കാവുന്ന ദൂരത്തിലുണ്ടല്ലോ. ഞാൻ ഇന്ന് തന്നെ പറയട്ടെ. എടുത്ത് വേഗം റെഡിയാവാം, നമുക്ക് വേഗം ഇറങ്ങാം. ഞാനും റെഡിയായിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ എൻ്റെ ഭഗവാനേ ഉള്ളൂ എനിക്ക് കൂട്ട്. ചെല്ല. മോളെ, മോളെ, അമ്മ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയാ. ഇപ്പോൾ എല്ലാ ദിവസവും മേഡം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നിനക്കിഷ്ടപ്പെട്ട കൃഷ്ണ ഭഗവാന്റെ പ്രസാദോ? ക്ഷേത്രത്തിൽ ഇത്രത്തോളം വഴിപാടുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിപ്പോ മോളുടെ പേരില് ആ ക്ഷേത്രത്തിലുള്ള എല്ലാ വഴിപാടുകളും അമ്മ നടത്തി കഴിഞ്ഞു. മോളെന്താ അമ്മയോടൊന്നും സംസാരിക്കാത്തെ? ഞാനെന്ത് പറയാനാ? വ്രതം നോറ്റിട്ടാ അമ്മ മോളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ മോൾ ഇങ്ങനെയൊക്കെ മിണ്ടാതെ നിൽക്കുമ്പോൾ എന്തോ ഒരു വിഷമം. മോളെ, നമുക്കിങ്ങനെ അകന്ന് നിൽക്കണ്ട. എന്നാ മോളെ അമ്മയോടൊപ്പം വന്ന് താമസിക്കാം? എന്നാ അമ്മ കാര്യങ്ങളൊക്കെ എല്ലാരോടും പറയണ്ടേ? ഇപ്പം ആരോടൊന്നും പറയണ്ട. അച്ഛനമ്മയ്ക്കും അത്ര വലിയ വിഷമം താങ്ങാൻ പറ്റില്ല. എന്നും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാനാണോ? അത് പറ്റില്ല. മോള് കാണുന്നത് പോലെയൊന്നും അല്ല അമ്മ. അസുഖങ്ങളുണ്ട് അമ്മയ്ക്ക്. ഇനി എത്ര കാലം അമ്മ ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല. പിന്നെ മോളെ, മറ്റന്നാൾ നല്ലൊരു ദിവസമാണ്. മോളുടെ പേരിൽ അമ്മയൊരു പ്രത്യേക പൂജ നേർന്നിട്ടുണ്ട്. പൂജ നടക്കുമ്പോ മോള് കൂടി അമ്മയോടൊപ്പം ഉണ്ടാവണം. തിരുമേനി പറഞ്ഞതാ. അയ്യോ എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പറയാതെ കുട്ടി. പൂജയുടെ മുഹൂർത്തത്തിന് അവിടെ ഒന്നുണ്ടായാ മതി. അപ്പൊ പിന്നെ ഐശ്വര്യ മേഡത്തിന് കുറെ കാലത്തേക്ക് സമാധാനം ഇരിക്കാം. ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന വിഷമം കണ്ടു പറഞ്ഞതാ. ഒന്ന് സമ്മതിക്കും മോളെ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അമ്മ മോളോട് പറയാറുള്ളൂ. വരില്ലേ നീ? വരാം. എങ്കി സമയം കളയണ്ട. സ്കൂളിൽ ചിട്ടയോടെ പോകുന്ന കുട്ടിയല്ലേ, പൊയ്ക്കോളൂ. മോളെ, പൂജയുടെ കാര്യം മറക്കല്ലേ. ഇല്ല. ഒട്ടും അടുക്കുന്നില്ലല്ലോ മേഡം. അവളെ ഒരു കൃഷ്ണഭക്തയാ. അവളുടെ മനസ്സിലേക്ക് പിടിച്ചു കയറാനുള്ള മാർഗവും അതുതന്നെയാ. പൂജയ്ക്ക് അവള് വരും. സോണിയ നോക്കിക്കും. മിക്കവാറും ആ നടയിൽ വെച്ചായിരിക്കും അവൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പോ വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒപ്പിട്ട് തന്നാ അവൾ
അവള് വേണമെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ പൊയ്ക്കോട്ടെ. അമ്മയ്ക്കും മോൾക്കും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാ സ്വത്ത്? അത് ഐശ്വര്യക്ക് സ്വന്തമാവട്ടെ. വാ മോളെ. ഇല്ല മാഡം, ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് പോവാ. മോള് വാ. വാ മോളെ, ഇവിടെ ഇരിക്കേ. ഇരിക്കേ. ഞാനിവിടെ നിന്നോളാം മാഡം. മനസ്സിന് വല്ലാത്ത വിഷമം ഉണ്ടാവുമ്പോഴാണല്ലോ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് പോവാൻ തോന്നുന്നു. അല്ല, എനിക്കൊരു കുഴപ്പമില്ല മാഡം. അമ്മയോടാണോ ഈ പറയുന്നത്? ഈ മുഖം കണ്ടാ എനിക്കറിയില്ലേ. രാധിക ചിരിച്ചാലും കരഞ്ഞാലും അതിനർത്ഥം കൃത്യമായിട്ട് ഫിദ മാഡം പറയും. ആദ്യം ഈ വിഷമം എന്താണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം മോളോട് പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ മോളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം. എന്താ വിഷമോന്ന് പറ. സങ്കടങ്ങൾ എന്നെ തേടി തേടി വന്നോണ്ടിരിക്കുക. നിൽക്കുന്നിടത്ത് സ്വസ്ഥതയില്ല, നടക്കുന്ന വഴി പോലുമില്ല. അനാഥയായ ഒരു കുഞ്ഞിന് സ്വന്തം അമ്മ കൺമുന്നിൽ വന്ന് നിന്ന ഒരുപാട് സന്തോഷം തോന്നില്ലേ? അല്ല മാഡം, അച്ഛനെ അമ്മയുടെ നടുക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ പോലും ഞാൻ ആലോചിക്കാറുണ്ട് എന്നെ പ്രസവിച്ച അമ്മ ആരാണെന്ന്. എന്തിനാ അമ്മ എന്നെ വലിച്ചെറിഞ്ഞത്? അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മുന്നിൽ വന്നു നിന്ന അവരോട് ചോദിക്കാൻ വേണ്ടി കുറേ ചോദ്യങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്റെ അമ്മ ആരാണെന്ന് മാഡത്തിന് അറിയോ? എന്നെ പ്രസവിച്ച അമ്മ. അത് മോളെ, അത് അവരെ ഞാൻ കണ്ടു. കുറച്ചു നാൾ മുൻപ് ഞാൻ കണ്ടു തുടങ്ങിയത്. ഇന്നും ഇപ്പോഴും ഞാൻ കണ്ടു. മോള് പറഞ്ഞു വരുന്നത്? അതെ, എന്റെ അമ്മയെന്ന് പറഞ്ഞൊരു സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നു. എന്നെ നഷ്ടപ്പെട്ട കഥ അവരെന്നോട് പറഞ്ഞു. അവര് ഇത്രയും കാലം എന്നെ തേടി നടക്കുമായിരുന്നെന്നും പറഞ്ഞു. അവര് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയോ? മോള് പറയുന്നത് വേറൊരു സ്ത്രീ മോളുടെ അടുത്ത് വന്നു എന്നാണോ? അതെ അതെ മാഡം, അവര് സ്ഥിരമായിട്ട് എന്റെ പുറകെ തന്നെയുണ്ട്. അവർക്ക് എന്നെ വേണം, കൂടെ കൊണ്ടുപോയി നിർത്തണം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അമ്മയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് വേണ്ടേ?
മോള് അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നോ? ഞാൻ വിശേഷിച്ചൊന്നും ചോദിച്ചില്ല മാഡം. ഏതോ ഒരു ഭ്രാന്തി കൺമുന്നിൽ വന്നു നിന്ന് എന്തൊക്കെയോ പറഞ്ഞു പോന്നു. അങ്ങനെ ഞാൻ കരുതിയുള്ളൂ. അതെ, ആയിരിക്കും. ഭ്രാന്ത് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനൊരു കാര്യം വന്ന് പറയാൻ പറ്റുന്നേ? അല്ല, അവര് പറയുന്നത് കള്ളത്തരാണെന്ന് മാഡത്തിന് എന്താ ഉറപ്പ്?